നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായിട്ട് ദൈവം മുൻപാകെ നിൽക്കുവാൻ, ദൈവമക്കളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ബഹ്റിൻ്റെ ദേശത്തു നിന്നാണ് കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ ഇതിൽ കടന്നു വന്നിരിക്കുന്നത്. ഞാനിവിടെ കുടുംബമായി കഴിഞ്ഞ 34 വർഷത്തോളമായി ബഹ്റിൻ്റെ പട്ടണത്തിലായിരിക്കുന്നു. ഞങ്ങളിവിടെ ഒരു ചർച്ച് ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജോലി മേഖലകളിലായിരിക്കുന്നു. ഞാൻ ഫുൾ ടൈം കർത്താവിൻ്റെ മിനിസ്ട്രിയിലായിരിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവീത പ്രകാരമുള്ള കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ശുശ്രൂഷകളൊക്കെ അവരായിരിക്കുന്നിടത്ത് ചെയ്യുന്നത് കാണുവാൻ ദൈവം സഹായിക്കുന്നു. ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പാട്ടുകൾ പാടി കുഞ്ഞുങ്ങൾ വന്ന് വർഷിപ്പ് ലീഡ് ചെയ്തു. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവർ ആമേൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. സ്തോത്രം. നമ്മളാരും പരസ്പരം അറിയുന്നില്ല എങ്കിലും നമ്മുടെ വിഷയങ്ങൾ അറിയുന്ന സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. ഈ ഓരോ പ്രാർത്ഥനയുടെയും ഉദ്ദേശം ആമേൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ളതൊന്നിനും വേണ്ടിയല്ല. ആമേൻ. നാം ഭൂമിയിലായിരിക്കുമ്പോൾ ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സൗഖ്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു ദൈവവൈതലിൻ്റെ അകത്തെ ആത്മാവിൻ്റെ രക്ഷയാണ് ഓരോരുത്തരുടെയും ആവശ്യവും അത്യാവശ്യവുമായിരിക്കുന്ന കാര്യം. ഇവിടെ പറഞ്ഞതുപോലെ ആമേൻ നിത്യതയിലേക്കാണ് നാം പോകേണ്ടത്. നിത്യതയ്ക്ക് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. നിത്യതയെ നാം ലാക്കിലേക്ക് വേണം നാം ഓടുവാൻ. ലക്ഷ്യം തെറ്റിപ്പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ കടന്നു വന്നാലും അതിനെയെല്ലാം ജയിക്കുവാനുള്ള കൃപ സ്വർഗം നമുക്ക് നൽകും. അപ്പോൾ നമ്മുടെ നിത്യത നഷ്ടപ്പെടരുത്. പ്രസംഗിച്ചിട്ടും മീറ്റിങ്ങിനകത്ത് കയറി അതിനകത്ത് വന്നിരുന്നിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ ദിനം പ്രതി ബലപ്പെടണം. പ്രാർത്ഥനയിൽ ദൈവത്തോടൊത്തായിരിക്കണം. വചനധ്യാനമുണ്ടായിരിക്കണം. ഇതൊക്കെ ഇല്ല എങ്കിൽ ആമേൻ ചില ദിവസങ്ങൾ, മാസങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ദൈവകൃപയിൽ നിന്നൊക്കെ മാറിപ്പോകും. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പം പറഞ്ഞു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവനാമത്തിൽ നിൽക്കുന്നു, പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ലീഡ് ചെയ്യുന്നു, കുടുംബം നടത്തുന്നു ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകാതെ, വിളിയും തെരഞ്ഞെടുപ്പും നഷ്ടപ്പെട്ടു പോകാതെ ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി, ദൈവപൈതലെന്ന ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് അമ്മ എനിക്ക് തന്ന ഒരു ചെറിയ ചിന്ത ദൈവമക്കളുടെ മുൻപാകെ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവനാമം പറയുന്നവർക്കും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഒരു സാക്ഷ്യമില്ല, ഒരു ജീവിതമില്ല. ജീവിച്ച് കാണിക്കുവാനായിട്ട് വലുതൊന്നും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരണം ഈ ലോകത്തിലുള്ളതിലേക്കൊക്കെ നമ്മുടെ ദൃഷ്ടി പോകുന്നു, നമ്മുടെ ഹൃദയം പോകുന്നു, നമ്മുടെ മനസ്സ് പോകുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ പോകുന്നു. ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണാത്ത ഒരു കാര്യം എന്താണ്? നമ്മുടെ കർത്താവ് വരും, നിശ്ചയം. അവൻ വാനമേഘങ്ങളിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ വരുന്നത്. ഒരുങ്ങിയിരിക്കുന്ന തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയും ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല, സാക്ഷ്യമില്ലാത്തവർക്ക് വേണ്ടിയല്ല, പ്രാർത്ഥനയില്ലാത്തവർക്ക് വേണ്ടിയല്ല,
മാനസാന്തരമില്ലാത്തവർക്ക് വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. തിരുവചനം പഠിച്ചു കഴിഞ്ഞാൽ, ആമേൻ, പഴയ നിയമം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും പുതിയ നിയമത്തിലും ഒക്കെ ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ്, ആമേൻ, നമുക്ക് അതിനകത്ത് പഠിപ്പിക്കുന്നത്, നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നോഹയുടെ കാലഘട്ടത്തിൽ നോഹയെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ? ആ ജനത്തിൻ്റെ, ആമേൻ, ആമേൻ, രൂപാന്തരത്തിനു വേണ്ടിയാ. ആമേൻ, ആ പാപം ചെയ്ത് നശിച്ചു കിടന്ന ജനത്തെ വിടുവിക്കുവാനാണ് നോഹയിൽ കൂടി, ആമേൻ, ആമേൻ, ദൈവത്തിൻ്റെ ഒരു സന്ദേശം അവിടെ കൈമാറിയത്. നമുക്കറിയാം, നോഹയെ തിരഞ്ഞെടുത്ത പോലെ യോനയെ തിരഞ്ഞെടുത്തപ്പം ആ നിനിവെ നശിച്ചു കിടക്കുന്ന പാപത്തിൻ്റെ, ആമേൻ, ഹല്ലേലൂയ, പടുകുഴിയിലായിരിക്കുന്ന ഒരു ദേശക്കാരെ, ഒരു പട്ടണക്കാരെ മുഴുവൻ വിടുവിക്കുവാനാണ് യോനയോട് പറയുന്നത്, നീ അവിടെ ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. അവിടെ നിനിവേയിലേക്ക് പോകുവാൻ പറയുന്ന യോന താർശീസിലേക്ക് പോകുന്ന കപ്പൽ കയറി അതിൽ യാത്ര ചെയ്ത് സുഖമായി ഉറങ്ങിപ്പോകുമ്പോൾ നമുക്കറിയാം, യോനയുടെ പുസ്തകത്തിൽ, ആമേൻ, 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ അവിടെ പ്രസ്താവിക്കണം, പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവം പറഞ്ഞിരുന്ന കാര്യം, യോനയുടെ നാശം എൻ്റെ മുമ്പിൽ കാണുന്നു, അതുകൊണ്ട് ജനം മാനസാന്തരപ്പെടണം എന്ന് വിളിച്ചു പറയുവാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അകന്നു പോയിരുന്നെങ്കിലും പിന്നത്തേതിൽ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് 2-ാം അധ്യായത്തിലെ യോന പ്രാർത്ഥിക്കുന്നു. 2-ാം അധ്യായം മുഴുവൻ യോനയുടെ പ്രാർത്ഥനയാണ്. 4 അധ്യായങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ യോന പ്രാർത്ഥിക്കുന്നു, രക്ഷ ദൈവത്തിൻ്റെ പക്കൽ നിന്ന്, യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ആമേൻ. അപ്പം ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, മത്സ്യത്തോട് കൽപ്പിക്കുന്നു. മത്സ്യം യോനയെ വൊമിറ്റ് ചെയ്യുന്നു, കരയിൽ കൊണ്ടുവരുന്നു. ആമേൻ. നിനിവേയിൽ ചെല്ലുന്നു, പ്രസംഗിക്കുന്നു. അവിടെയുള്ള ആടുമാടുകളും കന്നുകാലികളും രാജാവും ജനങ്ങളും മുഴുവൻ ആൾക്കാരും, അവിടെ യോനയുടെ വാക്ക് കേട്ട പട്ടണം മുഴുവൻ വിടുവിക്കപ്പെടുന്നു. ഇന്ന് രാത്രി ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവവചനം അനുസരിച്ചവരും പ്രാർത്ഥിക്കുന്നവരും സ്നാനപ്പെട്ടവരും സാൽവേഷൻ എടുത്തവരുമായ ഞാനും നിങ്ങളും, ഹല്ലേലൂയ, പാപമുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണോ എന്ന് ഇന്ന് പകൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. നമ്മുടെ ഈ ആത്മീയ ഗോളത്തിൽ ദൈവമക്കളെന്ന പദവിയോടുകൂടി ഞാനും നിങ്ങളും ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, സഭയിൽ, കുടുംബത്തിൽ, നമ്മുടെ സാക്ഷ്യം എങ്ങനെയുള്ളതാണ്? പ്രൈസ് ദി ലോർഡ്. അമ്മ, നമുക്കറിയാം, ജീവിക്കുവാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നന്നായി ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം പറയുന്ന നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് ദൈവത്തിനു വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ വളരെ പ്രയാസമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, മരണശേഷം, ആമേൻ, മരിച്ചു കിടക്കുന്ന ആളിൻ്റെ മുമ്പിൽ വന്ന്, ആമേൻ, അത് ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും അവരെ ഒത്തിരി നല്ല വ്യക്തിയായി സംസാരിക്കുന്നത്. ആമേൻ. എന്നാൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ പറഞ്ഞവർ ഒരു വാക്കുപോലും ഒരു പക്ഷേ, ആമേൻ, അവരെക്കുറിച്ചൊരു നല്ല കാര്യം പറഞ്ഞിട്ടുള്ളവരായിരിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യുവാൻ പറ്റും. ഇന്ന് പകൽ സ്വന്തമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ പ്രാഗൽഭ്യത്തോടെ എൻ്റെ ജീവിതം, എൻ്റെ ക്രിസ്തീയ ജീവിതം, എൻ്റെ ഈ പെന്തക്കോസ് അനുഭവം, ഒരു വിശ്വാസി എന്ന പദവി, ഒരു പാസ്റ്റർ എന്ന പദവി, ഒരു ലീഡർ എന്ന പദവി, ഒരു പ്രാസംഗിക എന്ന പദവിയിൽ
പ്രാഗൽഭ്യത്തോടെ നമുക്ക് വിളിച്ചു പറയുവാൻ സാധിക്കണം. വചനപ്രകാരമാണ് എൻ്റെ ജീവിതം. ദൈവവചനത്തിനു വിരുദ്ധമായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. നമുക്ക് പറയുവാൻ എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കുറവുകളുണ്ടെങ്കിൽ കർത്താവ് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് പറയുവാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്നെ നമുക്ക് വേണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ആമേൻ ദൈവസഭകളെയും ദൈവമക്കളെയും ദൈവദാസന്മാരെയും പ്രസംഗിക്കുന്നവരെയും എല്ലാവരെയും കുറിച്ച് ജനത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഭകൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആമേൻ. പുറത്തുള്ള ആൾക്കാർക്കൊരു കാഴ്ചപ്പാടുണ്ട്. നാം താമസിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി കുറവുകളില്ലാത്ത ആമേൻ വ്യക്തിയായി ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ആണെന്ന് പറയുവാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈ ജീവിതവും പ്രാർത്ഥനയും പ്രസംഗവും വ്യർത്ഥമാണ്. അതുകൊണ്ട് ഒരു ഫലവുമില്ല. ഇവിടെ ലീഡ് ചെയ്ത പ്രബോധിപ്പിച്ച ദൈവദാസൻ പറഞ്ഞതുപോലെ നിത്യത നമുക്ക് ലഭിക്കുമെന്ന് നമുക്കൊരു ഗ്യാരൻറ്റിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് സാക്ഷ്യം വേണ്ടത് എവിടെയാണ്? ഫസ്റ്റ് നമ്മുടെ സാക്ഷ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരു സാക്ഷ്യം വേണം. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനം അതിൽ നിന്നാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരു സാക്ഷ്യം വേണം. ആ സാക്ഷ്യം നമ്മുടെ വീട്ടിനകത്ത് ആമേൻ ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളും കണ്ടറിയണം, രുചിച്ചറിയണം. ആ സാക്ഷ്യമായിരിക്കണം പുറത്തേക്ക് ആമേൻ ഇറങ്ങുവാൻ. ഹല്ലേലൂയ. നമുക്ക് പുറത്തുള്ളവരുടെ മുമ്പിൽ ഒത്തിരി നല്ല വ്യക്തിയായി ജീവിച്ച് കാണുവാൻ പറ്റും. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിലകത്തുള്ളവർക്കേ പറ്റത്തുള്ളൂ. നമ്മുടെ ഓഫീസുകളിൽ, ജോലി മേഖലകളിൽ, എവിടെയെല്ലാമാണെങ്കിൽ സഭയിൽ നമ്മുടെ യഥാർത്ഥ മുഖം ആരും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ആമേൻ, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, ഇന്ന് പകൽ ഞാനും നിങ്ങളും യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂടുപടം മാറിപ്പോവും. ഏത് മൂടുപടമാ? സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ മൂടുപടം ഇടണം എന്ന് പറയുന്ന ആ മൂടുപടമല്ല. നീ മറച്ചു വെച്ചുകൊണ്ട് നടന്ന് ദൈവത്തെ ആരാധിക്കുന്ന, നിന്റെ യഥാർത്ഥ മുഖം കാണിക്കാതെ കണ്ട് ദൈവത്തെ ആരാധിച്ച് ദൈവ പൈതലെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചും ആരാധിച്ചും പ്രസംഗിച്ചും നടക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള നിന്റെ അകത്തെ മനുഷ്യനെ മൂടി വെച്ചിരിക്കുന്ന മൂടുപടം ഇന്നു പകൽ വലിച്ചെറിയപ്പെടുവാൻ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുക. അതുകൊണ്ട് നമ്മൾ പുറമെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര നല്ല വ്യക്തി എന്നുള്ളതല്ല, നമ്മുടെ വീടിനകത്ത് നമ്മുടെ സാക്ഷ്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. വീടിനകത്ത് സാക്ഷ്യമുള്ളവന് സഭയ്ക്കകത്ത് സാക്ഷ്യമുണ്ട്, ജോലി മേഖലയിലുണ്ട്, ഏത് പ്രശ്നത്തിനകത്ത് ചെന്നാലും ആമേൻ വീടിനകത്ത് സാക്ഷ്യമുള്ളവന്, വ്യക്തിപരമായ ജീവിതത്തിൽ സാക്ഷ്യമുള്ളവന് ഹല്ലേലൂയ എവിടെ ചെന്നാലും ആമേൻ നമ്മുടെ ക്യാരക്ടർ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ആ ദൈവ പൈതലിന്, ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം വായിക്കുന്ന ദൈവ പൈതലിന് യഥാർത്ഥമായും കുറവുകൾ വെളിപ്പെട്ടു വരും. ഏതെല്ലാം നിലയിലുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ കുറവുകൾ വെളിപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥന മുഖാന്തരമാണ്. പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കുറവുകളെ തിരിച്ചറിയാൻ പറ്റും. അത് വിട്ടുപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് അതിന് തുണ നിൽക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ആമേൻ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്,
അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് അനുഗ്രഹം ലഭിച്ചത് അബ്രഹാമിനോട് ദൈവം എന്തു പറഞ്ഞോ അത് അബ്രഹാം ചെയ്യുവാൻ പൂർണ്ണ മനസ്സ് കാണിച്ച വ്യക്തിയായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് അരുളി ചെയ്തത് നിവർത്തിച്ചു കൊടുക്കുവാൻ, അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബത്തോട് നീതിയും ന്യായവും പ്രവർത്തിച്ച വ്യക്തിയാണ്. ദൈവത്തോട് നീതിയും ന്യായവും പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിന് ലഭിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ആമേൻ ഓരോന്നോരോന്നായി അബ്രഹാം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ മക്കളിലേക്കും മക്കളിൽ നിന്നത് മക്കളുടെ മക്കളിലേക്കും അത് വ്യാപരിക്കുന്നത് തിരുവചനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ആമേൻ ഇഷ്ടം ആരോടാണെന്നറിയുവാൻ ഒരു പരീക്ഷ അവിടെ നടത്തി. തൻ്റെ മകനെ, താൻ സ്നേഹിക്കുന്ന മകനെ യാഗം കഴിക്കാൻ പറഞ്ഞു. ഞാൻ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ 100-ാം വയസ്സിൽ ലഭിച്ച അബ്രഹാമിന് ലഭിച്ച ആ വാഗ്ദത്ത സന്തതിയെ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കുന്നല്ലായിരുന്നു. ഈ മകനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം കഴിഞ്ഞല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞതനുസരിച്ച വ്യക്തിയാണ്. 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും ചാർച്ചക്കാരെയും സ്വദേശത്തെയും സകലതിനെയും വിട്ടു നീ യാത്ര ചെയ്യണം. അബ്രഹാം അത് ചെയ്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് തലമുറയായ അനുഗ്രഹം ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അബ്രഹാമിന് സാധിച്ചത്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാം, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കും. നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എന്താണ്? എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗം, എൻ്റെ കൽപ്പന, എൻ്റെ ചട്ടം, ആമേൻ 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 ആമേൻ, എൻ്റെ പ്രമാണങ്ങൾ നീ അനുസരിച്ചതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരിക്കലും ഞാൻ എപ്പോഴും പറയും, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെയാണ് ഈ സന്ദേശം. ഇനി ആരെല്ലാം ഈ യൂട്യൂബിൽ കൂടി കേൾക്കുവാൻ പോകുന്നു അവരോടാണ് ഈ സന്ദേശം. ഹല്ലേലൂയ. ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ, ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ആമേൻ മാതൃകയുള്ള വ്യക്തിത്വം, ദൈവവചനപ്രകാരം ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. അപ്പം നമ്മുടെ വീടിനകത്താണ് നമ്മുടെ ആമേൻ എന്താണ് സാക്ഷ്യം എഴുന്നേൽക്കേണ്ടത്. നമുക്കറിയാം പ്രോബബ്സ് 24-ാം അധ്യായം 27-ാം വാക്യം, 24-ന്റെ 27 ഇങ്ങനെ ശലോമോൻ പറഞ്ഞിരിക്കുക,
ദാവീദിന്റെ മകനായ ശലോമോൻ സദൃശവാക്യം 31 അധ്യായം എഴുതി തന്നു. ഈ 31 അധ്യായം ഓരോ ദൈവമക്കളെ ഓരോ ദിവസത്തെയും വചന ധ്യാനമാക്കിയെടുക്കണം. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശലോമോനിൽ കൂടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 24ന്റെ 27 പറയുക, വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിൽ എല്ലാം തീർക്കുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയണം. നിന്റെ തലമുറയെ, നിന്റെ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെ നീ പണിതെടുക്കണം. എങ്ങനെ പണിയണം? ക്രിസ്തുവിൽ പണിയണം. ദൈവനാമം, ദൈവത്തിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രാർത്ഥനയിൽ, സ്നേഹത്തിൽ, ഐക്യതയിൽ, സമാധാനത്തിൽ എൻ്റെയും നിങ്ങളുടെ കുടുംബ തലമുറകളെ ഒന്നിച്ച് പണിയുവാൻ ഇടയാക്കട്ടെ എന്ന് ഈ പകൽ ദൈവാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കാവുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ യൗവനക്കാരായ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒക്കെയും ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാനും നിങ്ങളും വചനം പറയുന്നു, പ്രസംഗിക്കുന്നു. പക്ഷെ നമ്മുടെ തലമുറകൾ ക്രിസ്തുവിലാണോ? സമാധാനമുള്ള ജീവിതമാണോ? ആമേൻ. സംയമനമുള്ളവരാണോ? ക്രിസ്തുവിൻ്റെ വചനത്തിങ്കിൽ, ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്നവരാണോ? ഭയവും ഭക്തിയും ഉള്ളവരാണോ? പ്രാർത്ഥനയ്ക്കിരിക്കുന്നവരാണോ? ഇല്ല എങ്കിൽ പണിതെടുക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വയലിൽ നീ എല്ലാം ചെയ്യുക, വേല ചെയ്യുക, എല്ലാം ചെയ്താലും നിന്റെ വീട് ഞാനും നിങ്ങളും പണിയണം. ഹല്ലേലൂയ. സമ്പത്ത് കൊണ്ട് പണിയുന്നതല്ല, മനക്കോട്ട കൊണ്ട് ചെയ്യുന്നതല്ല, കുറച്ച് കോൺട്രാക്ടറെ വെച്ച് പണിതെടുക്കുന്നതല്ല, വലിയ ബംഗ്ലാവ് പണിയുന്നതല്ല, ചെറിയ കുടിൽ പണിയുന്നതല്ല. ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ പണിതെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ പണിതെടുക്കണം. നമുക്കൊരു സാക്ഷ്യം അതാണ് പറയുന്നത്. പണിതെടുക്കാത്തവരുടെ വീടിനകം ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, മക്കൾ, അപ്പൻ, ഭർത്താവ്, ഭാര്യ, അപ്പൻ, അമ്മ, ഇവരൊന്നും തമ്മിലൊരു ബന്ധമില്ല. നമ്മൾ ഒരു ഗസ്റ്റ് അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പം, പറയാതെ ചെല്ലുമ്പോൾ എല്ലാം ക്രമീകരിച്ചൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അവരുടെ വീട്ടിനകത്തെ ഐക്യതയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, തല്ലും ബഹളവും. ഹല്ലേലൂയ. എന്തൊക്കെ വേണമെങ്കിലും നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നുപോലെ അതൊന്നുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. കർത്താവിനെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും പുതിയ മനുഷ്യനാകുക. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനാകുക, പുതിയ വ്യക്തിയാകുക, ദൈവമുള്ള ഒരു ദൈവ പൈതലായിത്തീരുക. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം തിരുവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സാക്ഷ്യമുണ്ടായിരുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ പറ്റും. സാക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് നമ്മുടെ ദൈവനാമത്തിന് പോലും ദുഷിച്ചു പോവുക, ദുഷിക്കപ്പെട്ടു പോവുക. പൗലോസ് ഇങ്ങനെ പറയുന്നു, ജാതികളുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾ മുഖാന്തരം ദുഷിപ്പിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ദൈവമക്കളെന്ന് പറഞ്ഞ കൽപ്പനയനുസരിച്ച് പാരമ്പര്യം വിട്ട് ഹല്ലേലൂയ ഈ ദൈവകൃപയിലൊക്കെ വന്നിട്ട് പിന്നെയും നമ്മുടെ യേശു കർത്താവിനെ കൊണ്ട് ക്രൂശിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കർത്താവിനെ അപമാനം വരുത്തരുത്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. തിരുവചനം പറയുന്നു 70 അല്ലെങ്കിൽ 80. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ആയസ്. ഇനി ആർക്കെങ്കിലും അതിൽ കൂടുതൽ കിട്ടിയെങ്കിലും അത് ഗ്രേസ് പീരീഡ് ആയിരിക്കട്ടെ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവേദന, ഈ കുറച്ച് കാലത്തേക്ക് മാത്രം ഈ മണ്ണിൽ ഞാനും നിങ്ങളുമായി ിരിക്കുമ്പോൾ പാരമ്പര്യത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും ആ വേഷം വിട്ടിട്ട് വേറൊരു വേഷം ധരിച്ച് വേഷധാരികളായി ദൈവവചനം എടുത്തു നടക്കുമ്പോൾ നിന്റെ അകത്തെ മനുഷ്യനും നിന്റെ വീടിനകവും ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടോ? വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? മനസ്സാന്തരം പ്രാപിച്ചിട്ടുണ്ടോ? ഐക്യതയും സന്തോഷവും സമാധാനവും പ്രാർത്ഥനയുമുള്ള ജീവിതമാണോ നിന്റെ വീടിനകമെന്ന് ഇന്ന് പകൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും അകമടഞ്ഞ് സിസ്റ്റർ എന്തായി പറയുന്ന അല്ല. അനേക ഇടങ്ങളിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന വ്യക്തി എന്ന നിലയിൽ അനേകരെ കണ്ടിട്ടുണ്ട്, അനേക അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്,
കണ്ണുനീരോടെ കരയുന്ന സഹോദരിമാരെ കേട്ടിട്ടുണ്ട്. വീടിനകത്ത് സമാധാനമില്ലാത്ത അനേകരെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് കൃപ ചെയ്ത് അങ്ങനെ കുടുംബ ഭദ്രത എന്നുള്ള ഒരു ബുക്ക് എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെയും നിങ്ങളുടെയും വീടാണ് പണിയപ്പെടേണ്ടത്, കുടുംബമാണ് പണിയപ്പെടേണ്ടത്, തലമുറകളാണ് പണിതെടുക്കേണ്ടത്. അടുത്ത ജനറേഷനെ നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടി കൊടുക്കേണ്ടിവരാണ്. നമ്മുടെ തലമുറകളെ പണിതെടുക്കേണ്ടത്. അവർ വലുതാകുമ്പോൾ പണിതോളുമെന്നല്ല, ഞാനും നിങ്ങളും അവർ കുഞ്ഞായിരിക്കുമ്പോൾ 2 to 7 yearsനകത്ത് ദൈവ പൈതൽ ആമേനായി തീരത്തക്കവണ്ണം ഭയവും ഭക്തിയും ആ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരമ്മയുടെ അപ്പൻ്റെ ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കണ്ട്, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കണ്ടിട്ട്, വചന ധ്യാനം കണ്ടിട്ട്, ദൈവ ഭയം കണ്ടിട്ട് നമ്മുടെ തലമുറകൾ അത് കണ്ടാണ് വളരേണ്ടത്. പഠിക്കാൻ ചെല്ലുമ്പോൾ സ്കൂളിൽ ചെന്ന് പഠിക്കുമെന്ന് പറഞ്ഞാൽ അവർ വേറെ വല്ലതും കണ്ട് പഠിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് വരും. ഇന്ന് പകൽ എൻ്റെയും നിൻ്റെയും തലമുറയെ ആമേൻ നിന്റെ വീട്ടിനകത്ത് വെച്ച് ദൈവഭയവും പ്രാർത്ഥനയും ദൈവസ്നേഹവും എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹല്ലേലൂയ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. യേശു ക്രൂശുമായി പോകുമ്പോൾ സ്ത്രീജനങ്ങൾ കരഞ്ഞപ്പോൾ യേശു അവരെ തിരിഞ്ഞു നോക്കി ഒരു കാര്യം പറഞ്ഞു. സ്ത്രീജനങ്ങളെയല്ല പറഞ്ഞത്, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയുവൻ. ഇപ്പോൾ ദൈവം ഇതിലെ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ഹയർ സ്റ്റഡീസിന് നമ്മുടെ അടുക്കൽ നിന്നവർ മാറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ നാം ഇല്ലാതെ 1 മണിക്കൂർ സമയം അവർ കൂട്ടുകാരോടൊത്തായിരിക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ ഏത് നിലവാരത്തിലായിരിക്കുമെന്ന് നമ്മുടെ വീട്ടിനകത്തെ അന്തരീക്ഷം കൊണ്ട് നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, അവരെ മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ സാക്ഷ്യം നമ്മുടെ വീടിനകത്തായിരിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന് മുൻപൊരു സാക്ഷ്യമുണ്ടായിരുന്നു. ആമേൻ. എന്നാൽ 9 അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ കഴിഞ്ഞകാല സാക്ഷ്യത്തിന് ഒരു മാറ്റം സംഭവിക്കുകയാണ്. ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ഒരു വെളിച്ചം ചുറ്റിമിന്നി 3 ദിവസം ആമേൻ താനായിരുന്ന ഇടത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഹല്ലേലൂയ മടങ്ങി വന്ന് വിളിച്ചു പറയുന്ന ഒറ്റ കാര്യം, യേശു മാത്രം കർത്താവ്. താമേൻ ആ ദൈവത്തിനു വേണ്ടി വിളിച്ച, ദൈവത്തിനു വേണ്ടി കൃപയിലേക്ക് ഇറക്കിയ ദൈവത്തിനു വേണ്ടി ആമേൻ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയ പൗലോസ് ആമേൻ ഹല്ലേലൂയ അവിടെ നമുക്ക് വലിയ ചേഞ്ചസുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ മാറ്റങ്ങളാണ് തന്നിൽ നടന്നത്, വലിയ രൂപാന്തരങ്ങളാണ് തന്നിൽ നടന്നത്. അനേക കഷ്ടങ്ങളിൽ കൂടി താൻ കടന്നുപോയി. ഏത് കഷ്ടത്തിലും വേദനയിലും പ്രയാസത്തിലും കൂടി കടന്നുപോയിട്ടും താൻ അറിഞ്ഞ സത്യത്തിനു വേണ്ടി സാക്ഷിയാകുവാൻ, സാക്ഷീകരിക്കുവാൻ തന്നെ ക്രൂശിനോട് യാഗമാക്കി തീർത്ത, തൻ്റെ ജീവിതാവശ്യങ്ങളെയും തൻ്റെ ശരീരത്തിൽ പൊങ്ങി വന്നിട്ടുള്ള എല്ലാ വിചാര ഇഷ്ടങ്ങളെയും ക്രൂശോടുകൂടി ക്രൂശിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി അനേക ദൈവം മക്കളെ ദൈവരാജ്യത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി എഴുന്നേൽപ്പിച്ച് ആമേൻ ഓടി നടന്ന് ശുശ്രൂഷിച്ച് കാരാഗ്രഹത്തിൽ അകപ്പെട്ട് ജയിലറകളിലായി അനേക വിവിധ മേഖലകളിൽ കടന്നുപോയ പൗലോസ് പറയുന്നു തിമോത്തിയോസിനോട്, എന്റെ നിര്യാണ കാലം അടുത്തു, പക്ഷേ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം അത് എനിക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് പകൽ പ്രാർത്ഥിച്ച ദൈവ പൈതലെ, ആരാധിച്ച ദൈവ പൈതലെ, ആമേൻ ദിനവും യേശുവിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിന്റെ നിത്യത നഷ്ടപ്പെടുന്ന ജീവിതമാണോ നീ കാഴ്ചവെക്കുന്നതെന്ന് ഈ പകൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
നിന്റെ നിത്യത നഷ്ടപ്പെടുമോ? ഇങ്ങനെ പോയാൽ നിന്റെ നിത്യത നഷ്ടപ്പെടുമോ? പ്രാർത്ഥനയില്ല, നിനക്ക് സമയമില്ലാത്തത് കൊണ്ട് പ്രാർത്ഥനയില്ല, കർത്താവിനോടൊത്ത് വസിക്കുന്നില്ല. ഹല്ലേലൂയ. സാക്ഷ്യമില്ല, ഒരാളിനെ പോലും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ ആ നിത്യത നമുക്ക് ലഭിക്കുമോ? ചിന്തിക്കേണ്ടിയിരിക്കും. നമുക്കൊക്കെ അനുഗ്രഹത്തിൻ്റെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ വളരെയധികം കൈയടിച്ച് തുള്ളിച്ചാടി അതൊക്കെ ഏറ്റെടുക്കുവാൻ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ വചനം പറയുവാൻ അനേക ദൈവമക്കൾക്ക് കഴിയാതെ പോകുമ്പോൾ അവിടെവിടങ്ങളിൽ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന ദൈവസഭ എഴുന്നേൽക്കട്ടെ ഈ കാലഘട്ടത്തിൽ. പ്രൈസ് ദി ലോർഡ്. എന്തും പറഞ്ഞ് ഏതും പറഞ്ഞ് ദൈവനാമത്തെ ദൂഷിപ്പിച്ച് ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ ഓടി നടക്കുന്നവരായിട്ടല്ല, ദൈവവചനം വിശ്വസിച്ച് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ എൻ്റെ ദൈവം കൂടെ നിൽക്കും. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായെ അടപ്പിച്ച ദൈവം തീയുടെ ആമേൻ ഖനം 7 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനു വേണ്ടി 4-മനായി ഇറങ്ങി വന്ന ദൈവം, ദാനിയേലിനു വേണ്ടി സിംഹത്തിന്റെ വായെ അടപ്പിച്ച ദൈവം, കടലിലേക്ക് എടുത്തിട്ടപ്പോൾ അവിടെ കിടന്ന് നശിച്ചു പോകാതെ വണ്ണം ആമേൻ തിമിംഗലത്തെ കൽപ്പിച്ചാക്കിയ ദൈവം, ഇന്ന് മകൾ എന്നോടും നിന്നോടും പറയുക, നിന്റെ ഈ ജീവിതം കൊണ്ട് ആർക്ക് പ്രയോജനം കിട്ടി? നിന്റെ ഭവനത്തെ നേടുവാൻ നിനക്ക് കഴിഞ്ഞോ? നിന്റെ ഭർത്താവിനെ, ഭാര്യയെ നേടുവാൻ കഴിഞ്ഞോ? മക്കളെ നേടുവാൻ കഴിഞ്ഞോ? എന്താണ് സാക്ഷ്യം? പൗലോസിന് നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ വിളനിലമായിരുന്നു പൗലോസ്. ഹല്ലേലൂയ. ആമേൻ. 2 കൊരിന്ത്യർ 4:17 പറയുന്നു, പുതിയ സൃഷ്ടിയാവുക. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 13 നമ്മൾ വായിച്ചാൽ പൗലോസ് ഒരു അധ്യായം തന്നെ സ്നേഹത്തെ കുറിച്ച് എഴുതി. ഇന്ന് പകൽ എന്താണ് കുഞ്ഞെ സഹോദര സഹോദരി നിന്റെ വീട്ടിനകത്തെ സാക്ഷ്യം? സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം, ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം, മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം, ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം, സഭയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം. ഹല്ലേലൂയ. പൗലോസ് കാരാഗൃഹത്തിലും കിടന്നുകൊണ്ട് പറയുക, ലേഖനം എഴുതിയപ്പോൾ സന്തോഷിപ്പിൻ. കഷ്ടതയുണ്ടെന്നേ, രോഗമുണ്ടെന്നേ, ദുഃഖമുണ്ടെന്നേ, പരാജയപ്പെട്ടെന്ന് വരാം, ഹല്ലേലൂയ, അപകീർത്തി കേട്ടെന്ന് വരാം, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചെന്ന് വരാം. പക്ഷെ നീ സന്തോഷിക്കേ. കാരണം എന്താണ്? നിനക്ക് ഈ ഭൂമിയിലെ അല്ല, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹല്ലേലൂയ ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിലാണ് നാം ചെന്നെത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ഭൂമിയിലുള്ളതൊന്നുമല്ല. ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിന് വേണ്ടിയതൊക്കെയും വേണം. അതില്ലാതിനും ആ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം തരുവെന്ന്, ദൈവം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ. ഒന്നിനെ ചൊല്ലിയും വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ. കർത്താവിൻ്റെ വചനത്തിൻ്റെ അടുക്കലേക്കൊന്ന് വന്നേ, നിനക്ക് സമാധാനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2:18 പറയുന്നു, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും. നിങ്ങളോടെല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം പഠിച്ചാൽ
കാരാഗ്രഹത്തിന്റെ നടുവിൽ കിടന്നപ്പോഴും അവർ പിറുപിറുക്കുകയല്ലായിരുന്നു. ആമേൻ. അവർ ദൈവത്തെ കുറ്റം പറയുകയല്ലായിരുന്നു. അവർ പാടി ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരുടെ സാക്ഷ്യം അതാണ്. അവർ പാടി ദൈവത്തെ ആരാധിച്ചു. പാടി ആരാധിക്കുന്ന ദൈവം ഇതിലെ എൻ്റെ നിന്റെ സാക്ഷ്യം എന്താ? അവരുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അവർ പാടിയതേ ഉള്ളൂ, അവർ ആരാധിച്ചതേ ഉള്ളൂ, അവർ ദൈവത്തിന് മഹത്വം കൊടുത്തതേ ഉള്ളൂ. പ്രവർത്തിക്കേണ്ടത് കർത്താവാണെന്നേ അവൻ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് ദുഃഖത്തിൻ്റെ നടുവിലും നമ്മുടെ സാക്ഷ്യം നാം പോയി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരിക്കണം. അതിനെ വിടുവിക്കുവാൻ, അതിന് മാറ്റം തരുവാൻ, ഹല്ലേലൂയ, ആ വിഷയത്തിന് പരിഹാരം തരുവാൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ കേന്ദ്ര ബിന്ദുവായി മാറട്ടെ നമ്മുടെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില പോയിന്റ്സുകൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ കരുതുന്നവരായി മാറട്ടെ നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അങ്ങനെയായിരുന്നു. കരുതുന്ന വ്യക്തിയായിരുന്നു. സ്വന്തം ഗുണമല്ലായിരുന്നു, മറ്റുള്ളവരുടെ ഗുണം നോക്കുന്ന വ്യക്തിയായിരുന്നു. ആമേൻ. പൗലോസിനെ കുറിച്ച് പഠിച്ചാൽ താൻ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥനാ വീരനായിരുന്നു പൗലോസ്. ഹല്ലേലൂയ. തൻ്റെ ശുശ്രൂഷയുടെ വിജയ രഹസ്യം പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥിക്കുന്നവനെ ലോകമറിയത്തില്ല, പക്ഷെ ദൈവമറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്തിൽ ഞങ്ങൾ കുടുംബമായി ഈ പട്ടണത്തിൽ വെച്ച് ഹല്ലേലൂയ ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നത് 2003 ഒക്ടോബർ 30 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 2003 ഒക്ടോബർ 30 കർത്താവിനെ അറിഞ്ഞ് ആമേൻ ഞങ്ങൾ സ്നാനപ്പെട്ട് ഈ പട്ടണത്തിൽ. അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രസംഗിക്കണം എന്നുള്ളതായിരുന്നു. കർത്താവിന് വേണ്ടി എല്ലാവരോടും പറയണം, കർത്താവിന് വേണ്ടി എനിക്ക് നിൽക്കണം, എനിക്ക് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒക്ടോബർ 30 സ്നാനപ്പെട്ടു. നവംബർ, ഡിസംബർ, ജനുവരി 28 ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ആമേൻ. ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങൾ ഹല്ലേലൂയ ഞാൻ ആമേൻ രാത്രി പകലാക്കി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. നേരം വെളുക്കാറാകുമ്പോൾ പോയി ഞാൻ പതിയെ പോയി കിടക്കുവാൻ ചെല്ലും. പ്രൈസ് ദി ലോർഡ്. ഉദാവാശന്തര അർദ്ധര ജഗധന രഗടക ശന്തരേ. ഹല്ലേലൂയ. അക്കാലഘട്ടത്തിൽ ദൈവനാമത്തിനു വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി അന്നും ഇന്നും ആമേൻ ഹല്ലേലൂയ ആ പ്രാർത്ഥനയിൽ ഇരുന്നതാണ്. ആമേൻ. തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് വിളിച്ചു പറയുവാനുള്ള ശ്രേഷ്ഠതയേറിയ കാര്യങ്ങൾ അനേക അനുഭവങ്ങളിൽ കൂടി, അനേക സ്റ്റേജുകളിൽ കൂടി, അനേക വിഷയത്തിൻ്റെ നടുവിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വന്നാലും, അനേകർ നമുക്കെതിരായി അന്യായം ചെയ്യുവാൻ നോക്കിയപ്പോഴും, ഈ പട്ടണത്തിൽ നിന്നും ഓടിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോഴും, അധികാരികളുടെ മുമ്പിൽ പിടിച്ചു നിർത്തി ജീവനുള്ളവരുടെ ദേശത്തെ ഗോവ മുൻപാകെ നടക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തെങ്കിൽ ദൈവത്തോടൊത്ത് ഞങ്ങൾ വീര്യം പ്രവർത്തിക്കും. അവിടുന്ന് ഞങ്ങളുടെ വൈരികളെ മെതിച്ചു കളയുമെന്ന് ആമേൻ ദൈവത്തിന്റെ വചനം പറയും പോലെ ഹല്ലേലൂയ ശത്രുവിന്റെ മുമ്പിൽ മേശയൊരുക്കി ഈ പട്ടണത്തിൽ 3 ദിവസത്തിനകം നാട് കടത്തി കളയുമെന്ന് പറഞ്ഞ സ്പോൺസറിന്റെ മുമ്പിൽ, അറബിയുടെ മുമ്പിൽ ഹല്ലേലൂയ 98 മാർച്ച് 28 ഞങ്ങളുടെ സ്ഥാപനം അറബി എടുത്ത് ഒന്നുമില്ലാത്തവരായി പട്ടണത്തിൽ നിന്ന് ഓടിച്ചു കളയുവാൻ നോക്കിയപ്പോഴും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നത് പാരമ്പര്യം ഉപേക്ഷിച്ച് ദൈവകൽപ്പന അനുസരിച്ച് കർത്താവിനെ വേണ്ടവണ്ണം രുചിച്ചറിയുവാൻ ഇടയായപ്പോൾ, കർത്താവിന്റെ സാക്ഷിയാകുവാൻ തീരുമാനിച്ചപ്പോൾ, ആമേൻ ഈ പട്ടണത്തിൽ നിൽക്കുവാൻ വേണ്ടതായ സകല ക്രമീകരണങ്ങളും ചെയ്തു തന്ന ദൈവത്തെ ഞാൻ ഇന്നു പകൽ സ്തുതിക്കുകയാവുന്നു. ഹല്ലേലൂയ. 3.5 വയസ്സും 9
9 മാസം പ്രായവും 6 മാസം ഗർഭിണിയുമായിരുന്ന ഞങ്ങളുടെ അന്നത്തെ അവസ്ഥയിൽ 3 ദിവസം കൊണ്ട് നാട് കടത്തുമെന്ന് പറഞ്ഞ അറബിയുടെ മുമ്പിൽ ഈ പട്ടണത്തിൽ ഇന്ന് നിർത്തിയിരിക്കുന്ന വലിയ സാക്ഷ്യത്തിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, എന്താണ് എന്റെയും നിങ്ങളുടെയും സാക്ഷ്യം? ജീവിച്ചിരിക്കുന്ന ദൈവത്തിനു വേണ്ടി ഒരു വാക്ക് പറയുവാൻ എന്നെയും നിന്നെയും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് പകൽ ആമേൻ ആ പ്രബോധിപ്പിച്ച പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ നിത്യതയാണ് എന്റെയും നിന്റെയും കാഴ്ചപ്പാടായി മാറട്ടെ. 10 കന്യകമാർ ഒന്നിച്ച് മണവാളനെ എതിരേൽക്കുവാൻ ആമേൻ മുറിക്കകത്ത് കയറിയിരുന്നപ്പോൾ ആമേൻ വചനം പറയുന്നു, അവർ രാത്രിയായി, മണവാളൻ വരുവാൻ വൈകിയത് കൊണ്ട്, അവർക്ക് ക്ഷീണം വന്നതുകൊണ്ട്, അവരുടെ ബോഡി ടയേർഡായതുകൊണ്ട് അവരെല്ലാവരും 10 പേരും ഒന്നിച്ച് കിടന്നുറങ്ങുവാൻ തയ്യാറായി. എന്നാൽ അർദ്ധരാത്രിയിൽ കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ എവിടെയോ ആർപ്പുവിളി കേട്ടു, മണവാളൻ വരുന്നു എന്ന്. അവർ 10 പേരും ചാടി എഴുന്നേറ്റു. 5 പേർ വിളക്ക് കത്തിച്ചപ്പോൾ വിളക്കുകളിൽ എണ്ണയില്ലായിരുന്നു. 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ട്, കയ്യിൽ വേറെ എക്സ്ട്രാ കരുതിയിട്ടുമുണ്ട്. എണ്ണയില്ലാത്തവർ എണ്ണയുള്ളവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരുന്നത് കൊണ്ട് ആമേൻ വിൽപ്പനക്കാരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊണ്ട് വരുവിനെന്ന് പറഞ്ഞ് വാങ്ങുവാൻ പോയവർ മടങ്ങി വന്ന് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊരു ശബ്ദം കേൾക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാനും നീയും പ്രസംഗിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ ഇരുന്നിട്ടും നിന്റെ നിത്യത നഷ്ടപ്പെട്ടിട്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുവാൻ, അത് കേൾക്കുവാൻ നാം അവസരമുണ്ടാക്കരുത്. ഓരോ ദിവസവും ഭയവും ഭക്തിയും പ്രാർത്ഥനയുമുള്ളവരായി നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. നമ്മുടെ നാവ് ശുദ്ധിയുള്ളതായിരിക്കും, നമ്മുടെ കൈകൾ ശുദ്ധിയുള്ളതായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കാലുകൾ ആമേൻ പാവ വഴിയിലേക്ക് നടന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജഡത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരല്ല, ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം. പ്രൈസ് ദി ലോർഡ്. അപ്പം മാതൃകയുള്ളവരായി ജീവിക്കണം, നീതിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എലിസബത്തിനെയും സക്രിയാവിനെയും കുറിച്ച് പഠിച്ചാൽ അവർ പ്രായം ചെന്നവരായിരുന്നിട്ടും ഹല്ലേലൂയ അവർ വിശ്വസ്തയോടെ ആയിരുന്നു. ഗ്ലോറി ടു. എൻ്റെ നിങ്ങളുടെയും കുടുംബജീവിതത്തിനകത്ത് വിശ്വസ്തതയുണ്ടോ? ഹല്ലേലൂയ. നാം ഈ കർത്താവിനെ അറിഞ്ഞ് നാം എല്ലാം വിട്ട് ദൈവജനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത എങ്ങനെയാണ്? സ്തോത്രം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് ദൈവനാമത്തിൽ നമ്മൾ ചെയ്യുന്നത്? പലപ്പോഴും നാം പ്രാർത്ഥനയിൽ പുറകോട്ടായിരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ആത്മാവ് നിർബന്ധിച്ചിട്ടും നമ്മുടെ ശരീരം പലപ്പോഴും ബലഹീനമായി പ്രാർത്ഥനയും ഉപവാസവുമില്ലാതെ ആമേൻ നാം മറ്റു പലതിനും സമയം കളഞ്ഞവരല്ലേ? സ്തോത്രം. ഗ്ലോറി ടു. ഇപ്പോൾ ആമേൻ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേറൊരു ശുശ്രൂഷയിൽ കൂടി എന്നെ കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഈ 2025 വ്യക്തമായി ദൈവാത്മാവ് സംസാരിച്ചു, ജനത്തെ ഒരുക്കുക, ജനത്തെ ഒരുക്കുക, ജനത്തെ ഒരുക്കുക. ഇന്ന് പകൽ ആമേൻ കർത്താവിൻ്റെ വചനത്തിന് മുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അമ്മേ യോനയോട് പറഞ്ഞത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതാ നീ അവിടെ പറയേണ്ടത്, നിന്റെ ഇഷ്ടത്തിനല്ല സംസാരിക്കേണ്ടത്. നിനക്ക് പ്രസംഗിക്കുവാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് തോന്നുന്നതല്ല പറയേണ്ടത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അവിടെ പറയണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് യോന ചെയ്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആ പട്ടണം വിടുവിക്കപ്പെട്ടത്. പലരെയും വിടുവിക്കപ്പെടുവാനുണ്ട് ദൈവമക്കളെ. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേർ വിടുവിക്കപ്പെടുവാനുണ്ട്. നമുക്കൊരു മാതൃക വേണം, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് നല്ല സാക്ഷ്യം വേണം. നമ്മുടെ അമ്മയപ്പന്മാരുടെ ഇടയിൽ, നമ്മുടെ അമ്മയൻ മാതാപിതാക്കളുടെ അമ്മാവിയപ്പൻ, അമ്മാവിയമ്മ,
അങ്ങനെ പറയുക പോലും ചെയ്യില്ല. അവർ നമ്മുടെ അപ്പനും അമ്മയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ്റെ പേരൻസിൻ്റെ മുമ്പിൽ നമ്മുടെ സാക്ഷ്യം എങ്ങനെയാണ്? നമ്മൾ പോകുന്ന ജോലി സ്ഥലത്ത് എങ്ങനെയാണ്? നമ്മുടെ രഹസ്യ ജീവിതത്തിനകത്ത് നമ്മുടെ സാക്ഷ്യം എന്തുവാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് എന്താണ് നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്നത്? നല്ല സാക്ഷ്യം കേൾപ്പിക്കണം. സ്തോത്രം. സഹോദരിമാരായാലും സഹോദരന്മാരായാലും എന്നെ കേൾക്കുന്ന ദേവദാസന്മാരായാലും പ്രസംഗിക്കുന്ന ഞാനായാലും നല്ല സാക്ഷ്യമാണ് കേൾപ്പിക്കേണ്ടത്. ഗ്ലോറി ടു സ്തോത്രം. ആമേൻ, സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം ദൈവം തന്ന വചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമാണ്. നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ വലിയ രൂപാന്തരങ്ങൾ സംഭവിക്കണം. പുതിയ വ്യക്തിയാവുക, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. പണ്ട് നമ്മുടെ സ്വഭാവം അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഒക്കെ ശരിയാ. അത് മാറ്റുവാനാണ് നമ്മൾ കർത്താവിലേക്ക് വന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടിയത്. നമ്മൾ പലരെയും വിരല് ചൂണ്ടും, പലർക്കും ആ കുറവ് ഈ കുറവെന്ന് പറയും. പക്ഷെ നമ്മുടെ കുറവുകൾ മാറ്റുവാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിക്കുമ്പോഴാ എൻ്റെ കുറവ് എന്തേ എന്ന് ദൈവം വെളിപ്പെടുത്തി തരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സമാധാനമുണ്ടാകട്ടെ. അനേകരെ നടത്തുവാൻ നമുക്ക് പറ്റും. പക്ഷെ നാം നടക്കുന്ന വഴി നേരായ വഴിയാണോ എന്ന് ഇന്ന് പകൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒത്തിരി ക്ലാസ്സുകൾ കൊടുക്കുവാൻ, അഡ്വൈസുകൾ കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് പലർക്കും കഴിയും. പക്ഷേ നമ്മുടെ വീട്ടിനകത്തെ അഡ്വൈസുകൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയുള്ളതാണ്? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും കുറവുകൾ ഇന്ന് പകൽ നമുക്ക് വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് വിട്ടുപേക്ഷിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു തെറ്റും നമ്മിൽ കൂടി ഉണ്ടാകാതിരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കോപിക്കുന്ന വ്യക്തിയാണോ? കോപം മാറുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമുള്ള ഹൃദയം തരുവാൻ സാധിക്കും. മോശ ഒറ്റയടിക്കൊരുവനെ കൊന്നവനാണ്. പക്ഷേ പിന്നീട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലോകത്തിലുള്ള ഏവരെക്കാട്ടിലും അതിസൗമ്യനായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാറ്റുവാൻ കഴിയും, ദൈവത്തിന് കഴിയും. എന്നെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവാത്മാവ് അതിന് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് കുറവുകളാണ് നമ്മളിലുള്ളത്? സാക്ഷ്യമില്ലാത്ത ജീവിതമാണെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പറ, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കലക്കവും വഴക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറിപ്പോകട്ടെ. നല്ല സമാധാനമുള്ള ഒരു ജീവിതം നമ്മുടെ വീടിനകത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാവേ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന പ്രിയപ്പെട്ടവരെ, വഴക്കിനും ആമേൻ ആമേൻ ഹല്ലേലൂയ സംസാരത്തിലും ഒന്നിലും അവരെ മാറ്റുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയ്ക്ക് മാറ്റുവാൻ കഴിയും. പ്രാർത്ഥന കൊണ്ട് അവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നിന്റെ വിഷയങ്ങൾ അപ്പൻ്റെ സന്നിധിയിൽ കൊണ്ടുപോവാ. നിന്റെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുപോവാ. ദൈവം അതിന് മാറ്റം വരുത്തും. ദൈവം അതിന് വിടുതൽ തരും. ഹല്ലേലൂയ, ആമേൻ. ആ ദൈവം നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ. ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടൊത്ത് നടന്നു. ദൈവത്തോടൊത്ത് നടന്ന ഹാനോക്കിനും വീടും മക്കളും ഭാര്യയും എല്ലാം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ 300 സംവത്സരം ദൈവത്തോടൊത്ത് നടന്നു. ആമേൻ. ഇത് കഴിയും, ഇത് സാധിക്കും. ഹല്ലേലൂയ. നമ്മളിലെ കോപങ്ങൾ മാറ്റുവാൻ, നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ മാറുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. Praise the Lord, hallelujah, glory to God, glory to God. ദൈവം നമ്മെ അതിന് സഹായിക്കും. പ്രാർത്ഥിച്ചാൽ മതി. മാറ്റങ്ങൾ തരും, രൂപാന്തരങ്ങൾ തരും. ഹല്ലേലൂയ. ദൈവസന്നിധി പറ്റിയിരിക്കുന്നവരെ ദൈവം വിടുവിക്കും.
ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. രൂത്തിന്റെ ജീവിതത്തെ നമുക്ക് കേട്ടാൽ പഠിച്ചാൽ നമുക്ക് അറിയാവുന്ന എന്താണ്? രൂത്ത് തൻ്റെ അമ്മാവിയമ്മയോട് കൂടെ ചേർന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും പോകും. ഹല്ലേലൂയ. നിന്റെ ജനം എൻ്റെ ജനം. ആമേൻ. ബോവസിന്റെ വയലിൽ ചെല്ലുമ്പോൾ ബോവസ് അവളെ കുറിച്ച് കേട്ടത് എന്താണ്? നീ അമ്മാവിയമ്മയോട് ചെയ്തതൊക്കെയും ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രതികരിച്ച മകളെ അല്ല, അമ്മാവിയമ്മയോട് ചേർന്ന് നിന്ന മകളെ അവിടെ റൂസ് ബോബസിനെ ആമേൻ അവൻ്റെ ചെവിയിൽ ചെന്നെത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു സാക്ഷ്യം ബോബസിന്റെ ചെവിയിൽ ചെല്ലുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഇന്ന് പകൽ നാം ഏത് മേഖലയിലായിരുന്നാലും നല്ലൊരു സാക്ഷ്യം കേൾക്കണം, കേൾപ്പിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് ഈ പകൽ നമ്മളോട് ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകുവാൻ പുറമേ നമ്മൾ എങ്ങനെയാണെന്നുള്ളതല്ല, നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിച്ച് സൗമ്യതയും പ്രാർത്ഥനയും കൃപയുമുള്ളവനായി ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാൻ, മാതൃകയുള്ളവരായിരിക്കാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ആമേൻ, പ്രാർത്ഥിക്കുന്നവരെന്ന് പറയുമ്പോൾ ആമേൻ, അവരെ കുറിച്ച് നാം ജോലി ചെയ്യുന്നിടത്ത് ഏത് മേഖലയിലാണെങ്കിലും ഹല്ലേലൂയ നല്ല ഒരു ക്യാരക്ടർ നമ്മളിലുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. ഹല്ലേലൂയ. കാലേബിൻ്റെ ജീവിതം പഠിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് എന്താ? കാലേബ് ദൈവത്തോട് പറ്റിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ നമ്മെ കേൾപ്പിക്കുന്നത് എന്താ? ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്ക് ഒരു വേറിട്ട സ്വഭാവം ഉണ്ടായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. വേറിട്ട സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നും പറഞ്ഞ് കഷ്ടതയില്ലെന്നോ പ്രയാസമില്ലെന്നോ രോഗമില്ലെന്നോ ഒന്നുമല്ല. അതിനകത്തൊന്നും നമ്മളെ ആമേൻ എന്താ ഭാരപ്പെടേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടത് തരുവാൻ, നമുക്ക് വേണ്ടത് ചെയ്യുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങൾ വലിയ മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഭവനത്തെ പണിതെടുക്കുവാൻ ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മാതൃകയുള്ള സാക്ഷ്യമുള്ള ആമേൻ ആമേൻ ജീവിതമായിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അയ്യോ, ഞാൻ കോപിച്ചു പോയി, അത് ഭാരപ്പെടേണ്ട. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈകുന്നതിന് മുമ്പേ ക്ഷമ പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ വീണ്ടും ആമേൻ ജീവിതം തുടങ്ങുവാൻ ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ. ആ കോപം വച്ച് മനസ്സിൽ വെച്ച് കുടുംബത്തിനകത്ത് ഹല്ലേലൂയ അത് വലിയ ആമേൻ ആമേൻ പ്രോബ്ലത്തിലേക്ക് പോകാതെ കണ്ട് സമാധാനം ക്ഷമയുടെ ആത്മാവിനെ ആമേൻ ഹല്ലേലൂയ. യേശു ഇങ്ങനെ പറഞ്ഞു, 7 വട്ടമല്ല, 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ശിഷ്യൻ ചോദിച്ചപ്പോൾ ഇല്ല, 70 വട്ടം നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലേ, നീ എത്ര ക്ഷമിച്ചാലും അവിടെ നിനക്ക് ഗ്രേസ് കിട്ടത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപ മേഴ്സി നിനക്ക് കിട്ടത്തേ ഉള്ളൂ. നീ ഒരിക്കലും പരാജയപ്പെടുത്തില്ല, നീ ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാതൃകയുള്ളവരായി, മാറ്റം സംഭവിച്ചവരായി, വിടുതൽ പ്രാപിച്ചവരായി, അനുഗ്രഹം പ്രാപിച്ചവരായി, ദൈവിക സമാധാനം പ്രാപിച്ചവരായി ഞാനും നിങ്ങളും ആയിരിക്കാൻ ഇടയായി തീരട്ടെ എന്ന് ആമേൻ ദൈവാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസ് ഹല്ലേലൂയ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, താൻ എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? ആമേൻ. ഞാനതൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 1-ാം ലേഖനം 2-ാം അധ്യായം 11-12 വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാറെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്,
ആമേൻ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദൂഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് അറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ നമ്മളെ മോശക്കാരെന്ന് പറയും തോറും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർക്ക് കിട്ടിയ കാഴ്ചപ്പാടനുസരിച്ച് അവർ നമ്മെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇടയിൽ നിങ്ങളുടെയും എൻ്റെയും നടപ്പ് പ്രൈസ് ദി ലോർഡ് നന്നായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യൂദയുടെ ലേഖനം വായിച്ചാൽ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന ഒരധ്യായമേ ഉള്ളൂ. പക്ഷെ ഒരു വിശ്വാസി തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ആ യൂദയുടെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, പ്രിയ സഹോദര സഹോദരി, ഹല്ലേലൂയ, നമുക്കൊരു മാറ്റം അനിവാര്യമല്ലേ? നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക്, ഹല്ലേലൂയ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു മാറ്റം ആവശ്യമില്ലേ? നമ്മുടെ സ്വഭാവം മാറേണ്ടിയിരിക്കുന്നില്ലേ? വീടിനകത്ത് നമ്മുടെ ഭാര്യയെ, മക്കളെ, ഭർത്താവിനെ, അമ്മയപ്പന്മാരെ വേണ്ടവണ്ണം സ്നേഹിക്കുവാൻ നമുക്ക് കഴിയാതെ പോയില്ലേ? ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയാതെ പോയില്ലേ? ഹല്ലേലൂയ. പലതിലും നമ്മൾ വ്യഗ്രത വെച്ചിട്ട് നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഐക്യത നഷ്ടപ്പെട്ടു പോയില്ലേ? പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലേ? ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ കരയുവാൻ നമുക്ക് കഴിയാതെ പോയില്ലേ? കല്ലിൽ എന്തിനേറെ പറയുന്നു, നമ്മൾ നിത്യതയെക്കുറിച്ച് മറന്നുപോയില്ലേ? എങ്ങനെയും ജീവിച്ച് മരിക്കണമെന്നല്ലേ നമ്മൾ ചിന്തിച്ചുള്ളൂ? ഇല്ല, ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും, എന്ത് പ്രയാസങ്ങളുണ്ടായാലും, എന്തെല്ലാം നേടിയാലും, എത്ര സ്വത്തിൻ്റെ ഉടമയായാലും, ഹല്ലേലൂയ, പരിശോധനകൾ വരുമ്പോൾ ആമേൻ അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടിയിരിക്കും. പൗലോസ് പ്രാർത്ഥിച്ചു, എൻ്റെ ശൂലം ഒന്ന് മാറിപ്പോയെങ്കിൽ കൊള്ളാമായിരുന്നു. കർത്താവ് പറഞ്ഞത് എന്താണ്? ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും, എൻ്റെ കൃപ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ പ്രസംഗത്തിന് എനിക്ക് ദൈവം നാവും ശക്തിയും ബലവും ഒക്കെ തന്നു. ഇനിയൊരു ദിവസം ഇതിൽ വന്ന് പ്രസംഗിക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ എത്ര നാളുണ്ട് എന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ന് നമുക്ക് ദാനമായി ഈ നിമിഷം കിട്ടിയെങ്കിൽ കിട്ടി ദൈവം ഇതിൽ. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. ആമേൻ. വീണ്ടും അവൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, നിന്നിൽ ഫലങ്ങളുണ്ടോ, നിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളുണ്ടോ എന്നുള്ളതാണ്. ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ നിത്യത നഷ്ടപ്പെടും. സ്വർഗരാജ്യത്തിൽ അവനോടൊപ്പമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. എൻ്റെ പൈതൽ, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നോടൊപ്പം ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ പോവുകയാണ്, ഞാൻ പോയിട്ട് വരും. എങ്ങനെയാ വരുന്നത്? വെറുതെയല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് വരും. അതുവരേക്കും കാര്യസ്ഥൻ നിങ്ങളോടുകൂടെ അയക്കും. കാര്യസ്ഥന് നിങ്ങളെ സകലത്തിലും വഴി നടത്തും. ഇന്ന് പകൽ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച നമുക്ക് ഒരു സ്വഭാവമേ കാണാവുള്ളൂ. പ്രസംഗിച്ച എനിക്ക് ഒരു സ്വഭാവമേ കാണാവുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിലേക്ക് അനേകരെ നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമർപ്പണമുള്ള, വിനയമുള്ള, സ്നേഹമുള്ള, സമാധാനമുള്ള, പ്രാർത്ഥനയുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നല്ല ഹൃദയം എനിക്ക് നിങ്ങൾക്കും ദൈവം വീണ്ടും തരുമാറാകട്ടെ. കുറവുകളുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഇടയായിത്തീരട്ടെ. കർത്താവെ, എന്നെ സഹായിക്കണമേ,
എന്നെ അതിലേക്ക് നടത്തണമേ. ഹല്ലേലൂയ. അതിനു വേണ്ടതായ കൃപ എനിക്ക് പകർന്നു തരണം. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലെ വരെയും എനിക്ക് ഒത്തിരി കുറവുകൾ സംഭവിച്ചു. ആ കുറവുകളില്ലാതെ കുറവ് തീർന്നവരായി നടക്കുവാൻ എന്നെ സഹായിക്കണമേ. സെരുബാബേലിൻ്റെ കയ്യിലിരുന്ന് തൂക്കുകട്ട കണ്ട് സന്തോഷിച്ചെങ്കിൽ വിശ്വാസിയെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, എൻ്റെ നിങ്ങളുടെ കയ്യിൽ ഒരു തൂക്കുകട്ട ഇരിക്കട്ടെ. എൻ്റെ നിങ്ങളുടെ ജീവിതം ശരിയാണോ? പോകുന്ന വഴി ശരിയാണോ? സംസാരം ശരിയാണോ? ക്രിസ്തുവായിട്ടുള്ള ബന്ധം ശരിയാണോ എന്നറിയുവാൻ ആ തൂക്കുകട്ട വെച്ച് ഈ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ. ആരും വന്ന് പറയണ്ട. കപടഭക്തി നമുക്ക് ആവശ്യമില്ല. ഒറ്റ സ്വഭാവം, ഒറ്റ ജീവിതം, ഒരു വിശ്വാസം, ഒരു ദൈവസ്നേഹം. ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദീർഘായുസ്സോടെ ഇരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നാൽ വീണ്ടും കാണാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ഓരോ മേഖലയിലും ക്രിസ്തുവിൻ്റെ സമാധാനം കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം നിറയ്ക്കട്ടെ. പാടിയ കുഞ്ഞുങ്ങൾ, ലീഡ് ചെയ്ത സഹോദരൻ, ഇതിൻ്റെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ചെന്ന ദേവദാസനോടും കുടുംബത്തോടും ഈ കൂട്ടായ്മയോടുമുള്ള നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എൻ്റെ സഭയുടെ പേരിലും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് വചനം കേൾപ്പാനിടയായല്ലോ. ഇന്ന് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം വേണമെന്നുള്ള ഒരു വ്യക്തമായ പ്രബോധനമാണ് നമുക്കിന്ന് കേൾക്കുവാനിടയായത്. ഒരു മാതൃകയുള്ള ജീവിതം കാഴ്ചവെപ്പാൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് അത് ആരംഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കണം. അബ്രഹാം ദൈവത്തോടും കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ച വ്യക്തി ആയിരുന്നതുപോലെ നമുക്കും ദൈവത്തോടും കുടുംബത്തോടും നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവത്തിന് മഹത്വമുള്ള ജീവിതം കാഴ്ചവെപ്പാൻ നമ്മൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനായി ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി നിൽപ്പാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായി നമ്മെ തന്നെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവത്തിന് മുന്നിൽ